പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സെഷനിൽ നമ്മൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാം വർഷ സിലബസിലെ ഫൈബർ ഓപ്റ്റിക് ടൂൾസിനെ കുറിച്ചാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാം വർഷം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്നൊന്ന് റീകളക്ട് ചെയ്യാം. നമ്മളെല്ലാവരും തന്നെ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരേ സമയം ഒന്നിലധികം വിവരങ്ങൾ വളരെ വേഗതയിൽ നമ്മൾക്ക് ലഭ്യമാവുന്നുണ്ട്. ഇത് സാധ്യമാക്കുന്നത് ട്രാൻസ്മിഷൻ മീഡിയ ആണ്. മുൻകാലങ്ങളിൽ മെറ്റൽ കണ്ടക്ടേഴ്സ് ആയ കോയാക്സിയൽ കേബിൾ, ടിസ്റ്റഡ് പെയർ, അതുപോലെ വയർലെസ് മീഡിയ ആയ റേഡിയോ ലിങ്ക്, മൈക്രോവേവ് ലിങ്ക്, ഇതിലൂടെയൊക്കെയാണ് ട്രാൻസ്മിഷൻ സാധ്യമാക്കിയിരുന്നത്. ഇപ്പോൾ കൂടുതലായും നമ്മൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ എന്താണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ? നമ്മൾ ഒന്നാം വർഷത്ത് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലേ? ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ. An optical fiber cable is a cable which contains one or more optical fibers to carry digitally encoded signal in the form of light. അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നത് ഒരു സാധാരണ കേബിൾ പോലെ തന്നെ വ്യത്യാസം എന്നത് ഡിജിറ്റലി എൻകോഡഡ് സിഗ്നൽ ലൈറ്റിന്റെ രൂപത്തിലാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സഞ്ചരിക്കുന്നത്. ഇനി അടുത്ത് നമുക്കൊരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഘടന നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. നമുക്ക് ഒന്നുകൂടി അതിന്റെ സ്ട്രക്ചർ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ സ്ട്രക്ചർ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഘടനയിൽ കാണാം നമുക്ക് അതിന് പ്രധാനമായും രണ്ട് പാർട്ടുകളാണ്, കോർ അതുപോലെ ക്ലാഡിംഗ്. കോറും ക്ലാഡിങ്ങും ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ടാണ്. ഈ ഗ്ലാസ് ആണ് നമ്മൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ. കോറിന്റെയും ക്ലാഡിങ്ങിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നാം വർഷം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിന് കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് ഗ്രേറ്റർ ദാൻ ക്ലാഡിംഗ് ആൻഡ് typical values are 1.47 for core and 1.46 for cladding. അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ വ്യത്യാസം കൊണ്ട് ലൈറ്റ് കോറിനുള്ളിലൂടെ തന്നെ സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ വ്യത്യാസം കൊണ്ടാണ് അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അത് കാരണമാണ് ലൈറ്റ് മുഴുവനായും കോറിലൂടെ തന്നെ സഞ്ചരിക്കുന്നത്. അപ്പൊ ഇതിന് ഈ കോറും ക്ലാഡിങ്ങും കൂടാതെ പിന്നെ എന്തൊക്കെയാ ഉള്ളത്? പിന്നെയും അതിന് ഔട്ടർ ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയേഴ്സ് വരുന്നത് ബഫർ ജാക്കറ്റ് ഉണ്ട്, സ്ട്രെങ്ത് മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ രണ്ടോ അതിലധികമോ ഔട്ടർ ജാക്കറ്റുകളുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ എക്സ്റ്റേണലോ അതോ എൻവയോൺമെന്റലോ ആയിട്ടുള്ള ഏതെങ്കിലും ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഘടന മനസ്സിലായല്ലോ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഘടന നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്ക് ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഏതൊക്കെ ടൈപ്പ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണുള്ളത്? Mainly there are three types of optical fiber cables. First, tight buffered cable, then second, loose buffered cable, and third, ribbon cable. Tight buffered ആണെങ്കിൽ ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും ഫൈബറിന്. then അത് ഇൻഡോർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു. then അടുത്തത് ലൂസ് ട്യൂബ് കേബിൾ ആണെങ്കിൽ അതിന്റെ പ്രൈമറി കോട്ടിംഗ് മാത്രമാണ് ഫൈബറിനുള്ളത്, അതൊരു പ്ലാസ്റ്റിക് ട്യൂബിനുള്ളിലായിരിക്കും. റിബൺ ഫൈബർ ആണെങ്കിൽ ഒന്നിലധികം ഫൈബേഴ്സ് സൈഡ് ബൈ സൈഡ് ആയി റിബൺ രീതി, റിബണിന്റെ ഒരു ഷേപ്പിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ഫൈബേഴ്സ് റിബൺ ഫൈബറിൽ ഉണ്ടാവും. അതാണ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞു ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് ഇപ്പോഴും വളരെ കൂടുതലായി ഉപയോഗിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഒരു ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ മേന്മകൾ എന്തൊക്കെയാണ്? ഒരു ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിന് മേന്മകൾ വളരെ കൂടുതലാണ്. അതിൽ ഒന്നാമത്തെ മേന്മ എന്ന് പറയുന്നത് വൈഡർ ബാൻഡ് വിഡ്ത്ത് ആണ്. ഈ വൈഡർ ബാൻഡ് വിഡ്ത്ത്, അതായത് ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്. എന്താണ് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് ഈസ് ദി റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ദി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. അതിന്റെ ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി റേഞ്ചിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഒരു ഓപ്റ്റിക്കൽ ഫൈബറിന്റെ കേസിൽ ഇതിന്റെ optical fiber case frequency, that is optical signal frequency
10 raised to 12 hertz to 10 raised to 15 hertz ആണ് വരുന്നത്. റേഡിയോ ലിങ്ക് 10 raised to 6 hertz and microwave link ആവട്ടെ 10 raised to 10 hertz. But the information carrying capacity of a channel is directly proportional to the carrier frequency of the transmitted signal. Thereby in this case, in optical fiber case, this information carrying capacity is directly proportional to this wider range of frequency. That is bandwidth ഇവിടെ ഈ wide range ആയതുകൊണ്ട് bandwidth കൂടുതലായതുകൊണ്ട് തന്നെ ഡാറ്റ റേറ്റ് ഇതിൽ കൂടുതലാണ്. അപ്പോൾ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ എത്ര ബിറ്റുകളാണോ എത്രയാണോ ഇൻഫർമേഷൻ പോകുന്നത് അതിന്റെ റേറ്റ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ കൂടുതലാണ്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ബാൻഡ് കൂടുമ്പോൾ ഡാറ്റ റേറ്റ് കൂടുന്നത്. നമ്മളൊരു നേരിയ വ്യാസമുള്ള വളരെ നേരിയ ഒരു പൈപ്പ് എടുക്കുന്നു. ഈ പൈപ്പിലൂടെ നമ്മൾക്ക് കുറച്ച് മണൽത്തരികൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകും. മണൽത്തരികളുടെ എണ്ണം കൂട്ടിയാലോ കുറേ അധികം മണൽത്തരികൾ ആ ട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞാലോ അതിൽ നിന്ന് പോകുന്നതിന്റെ സ്പീഡ് കുറയും. നേരെ മറിച്ച് നമ്മൾക്ക് കുറച്ചുകൂടി വലിയൊരു ട്യൂബ്, അതായത് ഡയമീറ്റർ കൂടുതലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് എടുത്തത്. ഈ ട്യൂബിലേക്കാണ് നമ്മൾ ഈ കൂടുതലായിട്ടുള്ള മണൽത്തരികൾ ഇട്ടതെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകും. അതായത് നമുക്ക് എളുപ്പം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. രണ്ടാമതൊരു അഡ്വാൻറ്റേജ് പറയാം, ഹൈ സെക്യൂരിറ്റി. ദാറ്റ് ഈസ് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ഡിജിറ്റലി എൻകോഡഡ് സിഗ്നൽ ആണ് പോകുന്നത്. ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു ഡിജിറ്റലി എൻകോഡഡ് സിഗ്നലിനെ വളരെ എളുപ്പത്തിൽ ടാപ്പ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ സിഗ്നൽ റേഡിയേറ്റ് ചെയ്ത് പോവില്ല. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി വളരെ കൂടുതലാണ്. മൂന്നാമതൊരു അഡ്വാൻറ്റേജ് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ മുൻപ് പറഞ്ഞു കോറിന്റെ കോർ ക്ലാഡിംഗ് ആണ് ഇതിന്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞു. കോറിന്റെ ഡയമീറ്റർ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സിംഗിൾ മോഡ് ഫൈബറിന്റെ കേസിൽ കോറിന്റെ ഡയമീറ്റർ 8 to 10 മൈക്രോമീറ്റർ ആണ്. അതേപോലെ ക്ലാഡിങ്ങിൻ്റെത് വരുന്നത് 125 മൈക്രോമീറ്റർ ആണ്. മൾട്ടി മോഡ് ഫൈബറിലാവട്ടെ 50 to 62.5 മൈക്രോമീറ്റർ, ക്ലാഡിങ്ങും 125 മൈക്രോമീറ്റർ തന്നെ. അപ്പൊ അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. പിന്നെ എന്താണ്, ട്രാൻസ്മിഷൻ ലോസ് വളരെ കുറവാണ്. ട്രാൻസ്മിഷൻ ലോസ് വളരെ കുറവ് പറയാനുള്ള കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെല്ലാം തന്നെ ലോസ് 0.2 dB per kilometer ആണ്. അതുകൊണ്ട് 100 കിലോമീറ്റർ കഴിഞ്ഞ് മാത്രമേ ഒരു ഓപ്റ്റിക്കൽ ആംപ്ലിഫയറിന്റെ ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് ലോസ് വളരെ കുറവാണ്, പ്രസരണ നഷ്ടം വളരെ കുറവാണ്. മറ്റൊരു പ്രത്യേകത, ഇതിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് അല്ലെങ്കിൽ സിലിക്ക ഇൻസുലേറ്റർ ആണ്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയതുകൊണ്ട് തന്നെ മറ്റു രീതിയിലുള്ള ഹൈ കറന്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് അങ്ങനെയുള്ള ഏത് എൻവയോൺമെന്റിലും നമ്മൾക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കാം. നമ്മുടെ വീടുകളിൽ മുൻപ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതായിരുന്നു, ഭയങ്കര ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുമ്പോൾ ടെലിവിഷന്റെ കേബിൾ കണക്ഷനുള്ളിൽ അത് അഴിച്ചു വെക്കണം, അല്ലെങ്കിൽ TV കേടായി പോകും. പക്ഷെ ഇപ്പോഴെന്താണ് കേബിൾ അവർ പറയാറുള്ളത്, അത് ഊരിവെക്കേണ്ട കാര്യമില്ല. കാരണം ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ആണ്, നമ്മൾ ആ കേബിൾ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേബിൾ കണക്ഷൻ ഊരിവെക്കേണ്ടതില്ല. പ്ലഗിൽ നിന്നത് TV കണക്ഷൻ ഉള്ളത് ഊരിവെച്ചാൽ മതി. അതായത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ ഇങ്ങനെയുള്ള ഇടിമിന്നൽ അങ്ങനെയുള്ള ഹൈ കറണ്ട് ഒന്നും തന്നെ ഇതിനെ ബാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അധികം അഡ്വാൻറ്റേജസ്, മേന്മകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വളരെ കൂടുതലായി ഉപയോഗിച്ചു വരുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ ലോകത്തിലെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കുകളാണ്. അപ്പൊ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഈ അനന്ത സാധ്യതകളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരള ഗവൺമെന്റ് ഇപ്പോഴൊരു പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, KFON എന്നുള്ളൊരു പ്രോജക്റ്റ്. അറിയാമോ? KFON, കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക്. അതായത് കേരളത്തിലുടനീളം ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിച്ചുകൊണ്ട് 20 ലക്ഷത്തോളം BPL കുടുംബത്തിൽപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് സൗകര്യം
ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുക എന്ന ആശയത്തോടു കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. അതായത് 2020 ഡിസംബറോട് കൂടി അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അത് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കാം അതിനെ. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾക്ക് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ മേന്മകൾ, അതേപോലെ തന്നെ അത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായി അല്ലേ? ഇത് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒന്നാണ്, നമ്മുടെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോൺ. അപ്പൊ ഈ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷന്റെ ബാക്ക് ബോൺ നിർമ്മിച്ചിരിക്കുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് കൊണ്ടാണെന്ന് പറയാം. അതായത് അതിന്റെ ബാക്ക് ബോൺ, നട്ടെല്ല് എന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ കൊണ്ടാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജിയുടെ പ്രാധാന്യം ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഉണ്ട് എന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നാം വർഷത്തിൽ പഠിച്ചതായിരുന്നു. ഞാൻ അതൊന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. എല്ലാവർക്കും ഓർമ്മ വന്നല്ലോ ഓരോ കാര്യങ്ങളും, ഫൈബറിനെ പറ്റിയും കേബിളിനെ പറ്റിയും അതിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയും എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, ഇതൊക്കെ നമുക്ക് ഓർമ്മ വന്നു. ഇനി നമുക്ക് രണ്ടാം വർഷ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഫൈബർ ഓപ്റ്റിക് ടൂൾസ്. Tools play an important role in the installation of fiber optic cables. നമുക്കറിയാം ഒരു ജോലിയും നല്ല ഉപകരണത്തിന്റെ സഹായമില്ലാതെ പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫൈബർ ഓപ്റ്റിക് ടൂൾസ് ആർ classified into mainly 4 categories. That is, first category is basic hand tools. Then second, tools for installing cables. Third, splicing tools. And fourth, cleaning tools. Then first type, basic hand tools. Basic hand tools പലതും നമ്മൾക്ക് പരിചയമുള്ളത് തന്നെയാണ്. അതായത് സ്ക്രൂ ഡ്രൈവർ, അതുപോലെ പ്ലയേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ കേബിൾ കട്ടിംഗ് നൈഫ്, ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ കട്ട് ചെയ്യാനുള്ള നൈഫാണ്. Then scissors. Scissors are used to cut the aramid yarn, binders and ripcord of an optical fiber cable. And this next basic tool is the tap, electrical tap. Electrical tap is used to measure the cable length after splicing. അപ്പോൾ ഇത്രയും ആയത് ബേസിക് ഹാൻഡ് ടൂൾസിൽ സ്ക്രൂ ഡ്രൈവർ, അതുപോലെ പ്ലയേഴ്സ്, കേബിൾ കട്ടിംഗ് നൈഫ്, സിസേഴ്സ്, ഇലക്ട്രിക്കൽ ടാപ്പ്, ഇതൊക്കെയാണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറിയാണ് ടൂൾസ് ഫോർ ഇൻസ്റ്റാളിംഗ് കേബിൾസ്. നമ്മളൊരു കേബിൾ, ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ടൂൾസ് ആണ് ആവശ്യമുള്ളത്. അപ്പൊ അതില് ആദ്യത്തെ ടൂൾ അതായത് റോട്ടറി സ്ലിറ്റിംഗ് ടൂളാണ്. അത് ഇത് ഉപയോഗിക്കുന്നത് ഔട്ടർ ജാക്കറ്റ് റിമൂവലിനാണ്. രണ്ടാമത്തേത് കേബിൾ ജാക്കറ്റ് സ്ട്രിപ്പർ. Cable jacket stripper is also used to remove the outer jacket of size 2 to 3 mm. Then മൂന്നാമത്തേത് optical fiber stripper. The optical fiber stripper is used to remove different layers of an optical fiber cable. That is, ഒരു optical fiber stripper 3 layers റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇതിന് 3 സ്ലോട്ട്സ് ഉണ്ട്. ഒരു ലാർജ്, ഒരു മിഡില്, അതുപോലെ തന്നെ ഒരു സ്മോൾ. ഇത് ഡിഫറെന്റ് ലെയേഴ്സ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അടുത്ത ഇനം ടൂളാണ് ബഫർ ട്യൂബ് സ്ട്രിപ്പർ. Buffer tube stripper is used to cut buffer tube or coating in loose tube cables. അതായത് ബഫർ ട്യൂബ് സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത് ബഫർ അല്ലെങ്കിൽ ബഫർ ട്യൂബ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഇനം ടൂളാണ് കെവിലാർ സിസേഴ്സ്. കെവിലാർ സിസേഴ്സ് ആർ യൂസ്ഡ് ടു കട്ട് കെവിലാർസ് ഇൻസൈഡ് ദി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. And next tool is nose plier.
Nose plier is used to pull the ripcord in the optical fiber cable. And next is the safety glass. Always wear safety glass to protect our eyes. ഇത്രയാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ ടൂൾസ് വരുന്നത്. ഈ ടൂൾസ് എല്ലാം തന്നെ നമ്മൾക്ക് കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഉപകരണങ്ങളാണ്. ദെൻ അടുത്ത ഇനം ടൂളാണ് സ്പ്ലൈസിംഗ് ടൂൾ. ഈ സ്പ്ലൈസിംഗ് ടൂൾസ് 4 വിധത്തിലാണ്. ഫസ്റ്റ് ഫൈബർ ക്ലീവർ, രണ്ടാമത് സ്പ്ലൈസിംഗ് മെഷീൻ, മൂന്നാമത് പ്രൊട്ടക്ഷൻ സ്ലീവ്, 4 മെക്കാനിക്കൽ സ്പ്ലൈസ് കണക്ടർ. അപ്പൊ ഇതിൽ ഒന്നാമത്തേത് ഫൈബർ ക്ലീവർ. ഇപ്പൊ ഫൈബർ ക്ലീവർ നമ്മള് ഓപ്റ്റിക്കൽ ഫൈബർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വളരെ ഷാർപ്പായി 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇതിന് ഡയമണ്ട് അല്ലെങ്കിൽ ടങ്സ്റ്റൺ ബ്ലേഡ് ആണ് ഫൈബർ കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ടൂളാണ് സ്പ്ലൈസിംഗ് മെഷീൻ. ഇപ്പോൾ സ്പ്ലൈസിംഗ് മെഷീനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മൾക്ക് സ്പ്ലൈസിംഗ് എന്താണെന്ന് നോക്കാം. അതായത് വാട്ട് ഈസ് സ്പ്ലൈസിംഗ്? Splicing is the process of joining two optical fiber cables together. രണ്ട് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് കൂട്ടി യോജിപ്പിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത്. സ്പ്ലൈസിംഗ് ആർ ഓഫ് 2 types: ഫ്യൂഷൻ സ്പ്ലൈസിംഗ് ആൻഡ് മെക്കാനിക്കൽ സ്പ്ലൈസിംഗ്. ഇപ്പോൾ ഫ്യൂഷൻ സ്പ്ലൈസിംഗ് uses an electric arc to join the optical fiber cable. This fusion splicing is permanent splicing, whereas this mechanical splicing is temporary splicing. So next, splicing machine. എന്താണ് splicing machine? ഇത് ഫ്യൂഷൻ സ്പ്ലൈസിംഗ് നടത്തുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്പ്ലൈസിംഗ് മെഷീൻ. ഇപ്പൊ ഈ സ്പ്ലൈസിംഗ് മെഷീൻ എന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് മെഷീൻ ആണ് വിത്ത് ആൻ LCD സ്ക്രീൻ. ത്രൂ ദിസ് LCD സ്ക്രീൻ വി ക്യാൻ സീ ദി സ്പ്ലൈസിംഗ് ഓപ്പറേഷൻ. നമുക്ക് ഈ സ്പ്ലൈസിംഗ് ഓപ്പറേഷൻ അതിന്റെ ഒരു LCD സ്ക്രീനിലൂടെ നമുക്ക് കാണാം. അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതാണ് ഒരു സ്പ്ലൈസിംഗ് മെഷീൻ. അതിന്റെ പ്രവർത്തനം നമുക്ക് ഇതിന് ശേഷം നമുക്ക് അതിന്റെ പ്രവർത്തനം നേരിട്ട് കാണാം. ഒരു സ്പ്ലൈസിംഗ് മെഷീൻ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്യൂഷൻ സ്പ്ലൈസിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഫ്യൂഷൻ സ്പ്ലൈസിംഗ് മെഷീൻ കഴിഞ്ഞാൽ അടുത്ത ടൂളാണ് പ്രൊട്ടക്ഷൻ സ്ലീവ്. അപ്പോൾ പ്രൊട്ടക്ഷൻ സ്ലീവ് സ്പ്ലൈസിംഗ് ടൈമിലാണ് ഉപയോഗിക്കുന്നത്. പ്രൊട്ടക്ഷൻ സ്ലീവ് ഉപയോഗിക്കുന്നത് സ്പ്ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കേബിൾ, ആ ഫൈബർ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രൊട്ടക്ഷൻ സ്ലീവ് ഒരു കോട്ട് പോലെ ആക്ട് ചെയ്യുന്നതാണ്. കാരണം ഇതിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്രൊട്ടക്ഷൻ സ്ലീവ്. അടുത്തത് മെക്കാനിക്കൽ സ്പ്ലൈസ് കണക്ടർ. ഇപ്പൊ മെക്കാനിക്കൽ സ്പ്ലൈസ് കണക്ടർ 2 ഓപ്റ്റിക്കൽ ഫൈബറുകൾ തമ്മിൽ താൽക്കാലികമായി യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പൊ ഇത് താൽക്കാലികം മാത്രമായതുകൊണ്ട് തന്നെ വളരെ എമർജൻസി സിറ്റുവേഷൻ മാത്രമാണ് നമ്മൾ ഒരു മെക്കാനിക്കൽ സ്പ്ലൈസ് കണക്ടർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് സ്പ്ലൈസിംഗ് ടൂൾസ് വരുന്നത്. ഇനി അടുത്തതാണ് ക്ലീനിങ് ടൂൾസ്. ഇപ്പൊ ക്ലീനിങ് ടൂൾസ് 3 ടൈപ്പാണ്: ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, അതേപോലെ ടിഷ്യൂ പേപ്പർ, കോട്ടൺ സ്വാബ്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഇവിടെ ഫൈബർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. അതുപോലെ സ്പ്ലൈസിംഗ് മെഷീനിന്റെ ഗ്രൂവ്സ്, ലെൻസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ടിഷ്യൂ പേപ്പറും കോട്ടൺ സ്വാബും ഒക്കെ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾക്ക് ഒരു ഫ്യൂഷൻ സ്പ്ലൈസിംഗ് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫ്യൂഷൻ സ്പ്ലൈസിംഗ് പ്രോസസ്സ് നടത്തുന്നത്, അതായത് ഒരു ഫ്യൂഷൻ സ്പ്ലൈസിംഗ് മെഷീനിന്റെ പ്രവർത്തനം നമ്മൾക്ക് കാണാം. ഇതാണ് ഒരു ഫ്യൂഷൻ സ്പ്ലൈസിംഗ് മെഷീൻ. സ്പ്ലൈസ് ചെയ്യുന്നതിനായി ആദ്യം ഒരു ലൂസ് ട്യൂബ് കേബിൾ എടുക്കുന്നു. ലൂസ് ട്യൂബ് കേബിളിൻ്റെ ഔട്ടർ പ്ലാസ്റ്റിക് കോട്ടിങ് റിമൂവ് ചെയ്യുന്നു. ഇതിനുള്ളിൽ ഒന്നിലധികം ഫൈബേഴ്സ് ഉണ്ടാകും.
ഈ സമയത്ത് ഞാൻ ഒരു ഫൈബർ മാത്രമേ സ്പ്ലൈസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ഫൈബർ മാത്രമായിട്ട് ഇതിൽ നിന്ന് എടുക്കാം. ഈ സിംഗിൾ ഫൈബറിൽ ഒരു പ്രൊട്ടക്റ്റീവ് സ്ലീവ് ഇടുന്നു. ഇതിൻ്റെ പ്രൈമറി കോട്ടിങ് റിമൂവ് ചെയ്യണം. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഉപയോഗിച്ചത് ക്ലീൻ ചെയ്യാം. ഇത് ഒരു ഓപ്റ്റിക്കൽ ഫൈബർ ക്ലീവറാണ്. സ്പ്ലൈസിങ്ങിന് മുമ്പേ ഓപ്റ്റിക്കൽ ഫൈബർ ഷാർപ്പായി കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. പ്രൈമറി കോട്ടിംഗ് 10-നും 15-നും ഇടയിലായിട്ട് കോട്ടിംഗ് വരുന്ന രീതിയിൽ വെക്കുക. സ്പ്ലൈസ് ചെയ്യുന്നതിനായി ഒന്നാമത്തെ ഫൈബർ സ്പ്ലൈസിംഗ് മെഷീനിൻ്റെ ഒന്നാമത്തെ ഹോൾഡറിൽ വയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്പ്ലൈസിംഗ് മെഷീന് 2 ഹോൾഡറുകളാണുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഹോൾഡറിലേക്ക് ഒന്നാമത്തെ ഫൈബർ വയ്ക്കുന്നു. അപ്പോൾ അതിൽ വി ഗ്രൂവിനടുത്തായി ഫൈബർ എൻ്റെ എത്തുന്ന രീതിയിലാണ് ഒന്നാമത്തെ ഫൈബർ വയ്ക്കേണ്ടത്. വി ഗ്രൂവ് ടച്ച് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ ഹോൾഡറിൽ ഫൈബർ വെച്ചു. രണ്ടാമത്തെ ഫൈബർ രണ്ടാമത്തെ ഹോൾഡറിൽ വയ്ക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഫൈബർ സ്ട്രിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഫൈബർ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഹോൾഡറിൽ വയ്ക്കുന്നു. രണ്ടാമത്തെ ഹോൾഡറിൽ വി ഗ്രൂവിന് അടുത്ത് എത്തുന്ന രീതിയിൽ തന്നെ, പക്ഷേ ഒന്നാമത്തെ ഫൈബറിനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ വയ്ക്കുന്നു. ഫൈബർ ഹോൾഡേഴ്സ് ക്ലോസ് ചെയ്ത് അതുപോലെ ടോപ്പ് കവറും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഫസ്റ്റ് കാണിക്കുന്നത് കോർ ക്ലാഡിംഗ് അലൈൻമെൻ്റ് ആണ്. അതായത് മാഗ്നിഫൈഡ് ഇമേജ് ആണ് കാണിക്കുന്നത്. ഇതിൽ 2 ക്യാമറയാണുള്ളത്, എക്സ് ആക്സിസ് ക്യാമറയും വൈ ആക്സിസ് ക്യാമറയും. മുകളിലെ ഇമേജ് എക്സ് ആക്സിസ് ക്യാമറയുടേതും താഴെ വൈ ആക്സിസ് ക്യാമറയുടേതുമാണ്. ലെഫ്റ്റ് റൈറ്റ് കട്ടിംഗ് ആംഗിൾ ആണ് കാണിക്കുന്നത്. സെൻട്രലായിട്ട് കാണിക്കുന്നത് ഫൈബേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്. ഇനി മുകളിലെ എക്സ് ക്യാമറയിലെ ആ ഒരു ഇമേജ്, എക്സ് ക്യാമറയിലെ ഇമേജ് നോക്കുക. എക്സ് ക്യാമറയിലെ ഇമേജ് റൈറ്റ് സൈഡിലായിട്ട് ചെറിയ ഒരു ബെൻഡ്, അതായത് ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് അവിടെ പ്രസൻ്റ് ആണ്. പക്ഷേ അത് സ്പ്ലൈസിങ്ങിനെ ബാധിക്കില്ല. കാരണം ഫൈബർ എൻഡിലല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് സ്പ്ലൈസ് ചെയ്യാം. ബട്ടൺ ഓൺ ആക്കാം. അതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്തിട്ടാണ് 2 ഫൈബേഴ്സ് തമ്മിൽ ഫ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ ഇപ്പോഴേ ആ ഫ്യൂസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. സ്പ്ലൈസിങ് ലോസ് 0.00 dB കാണിക്കുന്നു. കാരണം സ്പ്ലൈസ് ലോസ് ഇല്ല, അത് പെർഫെക്റ്റ് ആയിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ജോയിൻ്റ് ആയിട്ടുള്ള ഫൈബർ ഇതിൻ്റെ, അതായത് സ്പ്ലൈസിങ് മെഷീനിൽ നിന്ന് വെളിയിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമേ ഒരു ഫൈബറിലേക്ക് പ്രൊട്ടക്ഷൻ സ്ലീവ് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് ശ്രദ്ധാപൂർവം ഫൈബർ ജോയിൻറ്റിലേക്ക് നീക്കി വയ്ക്കുക. ഫൈബർ ജോയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ സ്ലീവ് ഇടുന്നത്. അപ്പോൾ അത് ആ ഫൈബർ ജോയിൻറ്റിലേക്ക് നീക്കി വെച്ചു. ഇനി അത് ആ പ്രൊട്ടക്ഷൻ സ്ലീവ്
ഹീറ്റായി ഇവിടെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ആ സ്പ്ലൈസ് ഓവനിലേക്ക് വെക്കണം. അതിൻ്റെ ആ സ്പ്ലൈസ് ഓവൻ അതിലേക്ക് പ്രൊട്ടക്ഷൻ സ്ലീവോട് കൂടിയ ഫൈബർ ഇടുന്നു. ഇതിട്ട് കഴിഞ്ഞാൽ ഉടൻ ഓട്ടോമാറ്റിക്കലി ആ ഓവൻ ക്ലോസ്ഡ് ആകും. ഇനി മെഷീനിൻ്റെ ഹോൾഡേഴ്സും അതുപോലെ ടോപ്പ് കവറും ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഹീറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 13 സെക്കൻഡിനുള്ളിൽ ഹീറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. ബീപ്പ് സൗണ്ട് കേൾക്കാം. ഇപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പ്രൊട്ടക്റ്റഡ് സ്ലീവ് അതിൽ ഓവനിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാം. നോക്കുക, പ്രൊട്ടക്ഷൻ സ്ലീവ് ജോയിൻറ്റിന് മുകളിൽ ഫിറ്റായിട്ടുണ്ട്. ഈ പ്രൊട്ടക്ഷൻ സ്ലീവോട് കൂടിയ ഫൈബർ ഇത് തണുക്കുന്നതിന് വേണ്ടി സ്പ്ലൈസിങ് മെഷീൻ്റെ ഒന്നിച്ച് തന്നെയുള്ള ട്രേയിലേക്ക് വയ്ക്കാം. ഈ സ്പ്ലൈസിങ് മെഷീനിൻ്റെ സ്ക്രീൻ നോക്കുക. അതിന് സ്പ്ലൈസ് മോഡ് എഴുതിയിട്ടുണ്ട് മുകളിൽ. സ്പ്ലൈസ് മോഡ് അതായത് SM കാണിച്ചിട്ടുണ്ട് അവിടെ. SM എന്നുള്ളത് സിംഗിൾ മോഡാണ്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരുന്നത് സിംഗിൾ മോഡ് ഫൈബറാണ്. മൾട്ടി മോഡ് ഫൈബറും കൂടി ഇതിൽ നിന്ന് സ്പ്ലൈസ് ചെയ്യാം. പിന്നെ അതിൽ കാണിച്ചിട്ടുള്ളത് ഹീറ്റ് മോഡാണ്. ഇപ്പോൾ ഹീറ്റ് മോഡ് 60 mm കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത്ത് 60 mm ആണ്. അപ്പോൾ ഈ 60 mm ദൂരം സ്പ്ലൈസ് ഓവൻ ഹീറ്റഡ് ആകും. ദെൻ മൂന്നാമത് ഇലക്ട്രോഡ് ലൈഫ് 49/5000 കാണിച്ചിരിക്കുന്നു. 49 സ്പ്ലൈസിങ് കംപ്ലീറ്റ് ചെയ്തു. 5000 സ്പ്ലൈസിങ് വരെ ഈ മെഷീൻ വെച്ചിട്ട് ചെയ്യാം. 5000 കഴിഞ്ഞാൽ അത് ഇലക്ട്രോഡ് റീപ്ലേസ് ചെയ്യണം. പിന്നെ റിമൈനിങ് ഡേയ്സ് 354 കാണിക്കുന്നു. 354 ദിവസം കഴിഞ്ഞാൽ സിസ്റ്റം ലോക്കാകും. അപ്പോൾ അത് അൺലോക്ക് ചെയ്യാൻ റീസെറ്റ് കോഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇതാണ് ഒരു സ്പ്ലൈസിങ് മെഷീൻ്റെ പ്രവർത്തനം. ഒരു ഫ്യൂഷൻ സ്പ്ലൈസിങ് മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഒരു ഫ്യൂഷൻ സ്പ്ലൈസിങ് പ്രോസസ്സിലുള്ളത്? ഒന്നുകൂടി പറയണം. അതായത് ഒരു ഫ്യൂഷൻ സ്പ്ലൈസിങ് പ്രോസസ്സിൽ പ്രധാനമായും 5 സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ്, പുട്ട് ഓൺ ദി ഫ്യൂഷൻ സ്പ്ലൈസ് പ്രൊട്ടക്ടർ സ്ലീവ്. സെക്കൻഡ്, സ്ട്രിപ്പ് ദി ഫൈബർ. തേർഡ്, ക്ലീവ് ദി ഫൈബർ. Fourth, put the fibers into the fiber holders in the fusion splicer and fuse the fibers. Fifth, heat shrink the protection sleeve to protect the splicing joint. അപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ സ്പ്ലൈസിങ് പ്രോസസ്സ് ചെയ്തു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.